ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വികാര വിചാരങ്ങൾ കരുത്തോടെ പ്രകടിപ്പിക്കാനും ചുറ്റുമുള്ള ലോകത്തിൻ്റെ സൗന്ദര്യവും വൈവിധ്യവും തിരിച്ചറിയാനും അറിവിൻ്റെ പല പുതിയ ലോകത്തേക്ക് സഞ്ചരിക്കാനും ഒക്കെയാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മലയാള ഭാഷയുടെ വളർച്ചാ വഴിയിലേക്ക് തുറന്നു കാണിക്കുന്ന, വെളിച്ചം വീശുന്ന ഭാഷ എന്താണെന്ന് അതിനെ ആഴത്തിൽ അറിയാനൊക്കെ ഉള്ള നിങ്ങളുടെ ശ്രമങ്ങളെ കരുത്ത് കൂട്ടുന്ന നല്ല നല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പാഠഭാഗങ്ങളും, അതുപോലെ നിങ്ങൾക്ക് സർഗാത്മകത, അതായത് സ്വന്തമായിട്ട് രചന വൈദഗ്ധ്യം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ തക്കമുള്ള പാഠഭാഗങ്ങളാണ് ആറാം ക്ലാസ്സിലെ എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിൽ അമൃതം നുകരാം എന്ന പാഠഭാഗത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞിരുന്നു. ആദ്യത്തെ ആ ചിത്രം തന്നെ വിവിധ തരത്തിലുള്ള പലഹാരങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ഈ 2 മാസം ഇതുപോലെയുള്ള പല പല പലഹാരങ്ങൾ നാടനും പുറത്തുനിന്നും ഒക്കെ ഉള്ളത് കഴിച്ച് എല്ലാവരും നല്ല എന്താ പറയുക ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും, അല്ലേ? ഇനിയിപ്പം മഴയാണ്. നമ്മൾ അങ്ങനെയുള്ള അധികമായ വയറിന് കേടാക്കുന്ന ഭക്ഷണങ്ങളൊന്നും അധികം നമ്മൾ ഉപയോഗിക്കരുത്. തണുപ്പ് കൂടെ ആയതുകൊണ്ട് നമുക്കത് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ദേവകി നിലയങ്ങോട് എന്ന എഴുത്തുകാരിയെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഒരു കൃതിയുടെ, അതായത് കാലപ്പകർച്ചകൾ, ആ കാലപ്പകർച്ചകൾ എന്ന അവരുടെ ആ രചനയിൽ അധികവും പഴയകാല ബ്രാഹ്മൺസ് സ്ത്രീകളുടെ അവരുടെ പണ്ട് സാമുദായിക ജീവിതത്തിലെ അവരുടെ ആ കാലത്തെ കൗതുകങ്ങളും വൈചിത്ര്യങ്ങളും ആചാരങ്ങളും, അതായത് അന്തർജനങ്ങളല്ലേ അവരുടെ അന്ന് അനുഭവിച്ച ഓരോരോ ജീവിത രീതികളും ഒക്കെയാണ് അതിൽ പകർത്തിയിരിക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ, അവർ ശരിക്കും പറഞ്ഞാൽ ഇവയെല്ലാം അവർ നേരിട്ട് അനുഭവിച്ച ശേഷം, ഞാനൊരു ചെറിയ റൈറ്റപ്പിൽ വായിച്ചതാണ്. 75-ാമത്തെ വയസ്സിലാണ് ദേവകി നിലയങ്ങോട് രചന പ്രവർത്തനത്തിലേക്ക് കയറിയതെന്നാണ് പറയുന്നത്. ഒരുപാട് വളരെ നല്ല രചനകൾ നടത്തിയിട്ടുള്ള കവയത്രിയാണ് അവർ. അപ്പോൾ അവരുടെ ഒരു ചെറിയ ഒരു ആമുഖക്കുറിപ്പോടെയാണ് ഈ പാഠം ആരംഭിക്കുന്നത്. വിശപ്പിനേക്കാൾ നല്ല കറിയില്ല, സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല, അടുക്കള എന്ന വലിയ ലോകത്തിൻ്റെ കാഴ്ചകളിലേക്ക് എന്നൊരു കുറിപ്പുമൊക്കെ ഉണ്ട്. അതിന് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കാലപ്പകർച്ചകൾ എന്നത് നമ്പൂതിരി സമുദായത്തിലെ ആചാരം, സ്ത്രീ ജന്മങ്ങളെല്ലാം സുഭിക്ഷമാണെങ്കിലും സ്ത്രീ ജന്മങ്ങൾ അവിടെ എന്താ പറയുക ആയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഉടനീളം അവരുടെ അനുഭവങ്ങൾ തന്നെയാണ് നമ്പൂതിരി സ്ത്രീകളുടെ ജീവിതം തുറന്നു കാട്ടുകയാണ്. അങ്ങനെ പുറത്തേക്ക് നമ്മൾ അതിനു മുമ്പേ വേറെ നോവലുകൾ, വളരെ വിശ്വവിഖ്യാതമായ ഒരു ദേവി അന്തർജന കഥാപാത്രമായിട്ടുള്ള ദേവി ബഹൻ എന്നൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അത് കുട്ടികളോട് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അപ്പോൾ അന്ന് അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ രചനകളൊക്കെ നമുക്ക് ഓൺലൈനിലോ അല്ലെ വലിയ വലിയ കുറച്ച് നല്ല ഒരുപാട് കളക്ഷൻസ് ഉള്ള ബുക്ക് ഡിപ്പോകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കും അവരുടെ. അത് ശരിക്കും പറഞ്ഞാൽ അവരെക്കുറിച്ച് ഞാൻ പറയാം. കവി പരിചയത്തിൽ നമ്മൾ ദേവകി നിലയങ്ങോടിനെ പറ്റി വിശദമാക്കാം. ഇവിടെ അവരുടെ സദ്യയുടെ വിഭവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ പറയുന്നത് സദ്യയുടെ വിഭവങ്ങളിൽ അന്ന് കാലത്ത് പ്രധാനപ്പെട്ടത് എരിശ്ശേരി എന്ന ഒരു വിഭവമായിരുന്നു. കുട്ടികൾക്ക് അറിയുന്നറിയ വീടുകളിൽ ചക്കയൊക്കെ ഉള്ളവർ ചക്ക എരിശ്ശേരി വെക്കാറുണ്ട്, മത്തങ്ങ എരിശ്ശേരിയുണ്ട്, ചേന എരിശ്ശേരിയുണ്ട്. അതാണ് ഇവിടെ ഇന്നീ പ്രാവശ്യം. അത് നിങ്ങളാരും എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു പാചകം, ഒരു ആഹാര പദാർത്ഥം വെക്കാനുള്ള ആ ഒരു കഴിവ്, അതിലെ ചേരുവകൾ, അതെങ്ങനെയാണ് പാകപ്പെടുത്തി എടുക്കുക, അതിൻ്റെ ഒരു മഹത്വം, ഇതൊക്കെയാണ് ഒരു ഭക്ഷണ സാധനം നമുക്ക് പ്രിയമായി തീരാനുള്ള കാരണം. കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട് മുളകുപൊടി തൂവും. അളവ് കുറച്ചാണ് ഇതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത്. തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്ത് മാറ്റിവെക്കും. ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് പാകപ്പെടുത്തുക. ഈ വറവിൻ്റെ പാകമാണ്. വറവ് എന്നുദ്ദേശിച്ചിരിക്കുന്നത് കടുവറക്കുന്നതിനും വറവെന്ന് പറയും. എരിശ്ശേരിയുടെ രുചിയുടെ അടിസ്ഥാനം, അതായത് ഈ എണ്ണയിലേക്ക് ചെറിയ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് ഇത് പാകപ്പെടുത്തി എടുക്കുമ്പോൾ അരപ്പും എല്ലാം കൊണ്ട് ഇതിനെല്ലാം ശേഷം എരിശ്ശേരിയിൽ ചേർക്കുന്ന ഒരു പ്രധാന വിഭവമാണ് തേങ്ങ വറുത്തിടുക. വളരെ സ്വാദാണ് അതിന്. അപ്പോൾ അങ്ങനെ കുറച്ച് തേങ്ങ, അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണത്തിൽ കലക്കി ഒഴിക്കുന്നു. ഈ കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല. നമ്മൾ അതിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ അമ്മമാർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തേങ്ങ അരച്ച കറികൾ അധികം തിളച്ചാൽ അതിൻ്റെ സ്വാദ് നഷ്ടപ്പെടും, അത് പിരിയും എന്ന് പറയുന്നത്. തേങ്ങയൊക്കെ അവിടെ രാസപ്രവർത്തനം നടന്ന് വിഘടിച്ച് അതിൽ വേറൊരു
കട്ടിയുള്ളൊരു സാധനമായിട്ട് മാറിപ്പോവും. അങ്ങനെ അധികം തേങ്ങ അരച്ച സാധനങ്ങൾ തിളപ്പിക്കില്ല എന്ന് പറയും. ഇവിടെ അത് വേറൊരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാദും മണവും നഷ്ടപ്പെടും തേങ്ങ അരച്ച വിഭവങ്ങൾ കൂടുതൽ സമയം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചാൽ. ഇവിടെ ഒരു ഉദാഹരണം നിങ്ങൾ കേൾക്കണം. സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി. കുട്ടികൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം. എന്ന് പറഞ്ഞാൽ കുലസ്ത്രീ, അതായത് ഒരു സുന്ദരിയായ ലക്ഷണമൊത്ത നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീ ചിരിക്കുന്നത് അട്ടഹാസമാവരുത്. ഇത് പണ്ടുള്ള കാര്യമാണ്. ആഹാ എന്നൊരു സ്ത്രീ ചിരിക്കാൻ പാടില്ല, അവൾ അഹങ്കാരി എന്ന് മുദ്ര കുത്തപ്പെടും. ചിരിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ എത്തുന്നവരെ എല്ലാവർക്കും താങ്ക് യു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ.